ഇന്ന് നമുക്ക് ചക്ര ഹീലിംഗ് തെറാപ്പി പരിചയപ്പെടാം. ചക്രാസ് എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും 7 ഊർജ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഈ മെഡിറ്റേഷനിലൂടെ ഈ 7 ഊർജ കേന്ദ്രങ്ങളെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഇതിലൂടെ നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് എന്നിവയ്ക്കെല്ലാം ഏറ്റവും പ്രയോജനകരമായ ഒരു മെഡിറ്റേഷനാണിത്. ഇനി നമുക്ക് ചക്ര ഹീലിംഗ് തെറാപ്പി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നട്ടെല്ല് നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട്, ചമ്രം പടിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ നട്ടെല്ല് നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. അഥവാ കാല് താഴേക്ക് വെച്ചാണ് ഇരിക്കുന്നതെങ്കിൽ 2 കാലും തറയിൽ അമർത്തി വെച്ച് നട്ടെല്ല് നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. കണ്ണുകൾ അടയ്ക്കാം. 2 കൈകളും 2 കാലുകളിൽ വയ്ക്കാം. ആദ്യം സ്വന്തം ചിന്തകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. എന്ത് ചിന്തകളാണ് എൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കൂ. ഒരു ഒബ്സർവറിനെ പോലെ സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കാം. ഒരു ചിന്തയെയും തടഞ്ഞു നിർത്തരുത്. ഒരു ചിന്തയെയും അനലൈസ് ചെയ്യേണ്ട. ഒരു ചിന്തയെയും ജഡ്ജ് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു ഒബ്സർവറിനെ പോലെ സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കാം. ഇനി ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരും. ശ്വാസം അകത്തേക്ക് വരുന്നത് ഞാൻ അറിയുന്നുണ്ട്. ശ്വാസം പുറത്തേക്ക് വരുന്നതും പോകുന്നതും ഞാൻ അറിയുന്നുണ്ട്. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ വയറ് വികസിക്കുകയാണെന്ന് ഉറപ്പുവരുത്തണം. പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ വയറ് ചുരുങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തണം. ശ്വാസത്തിൽ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കാം കുറച്ചു നേരം. ഇനി ശ്രദ്ധ നട്ടെല്ലിലേക്ക് കൊണ്ടുവരും. നട്ടെല്ലിന്റെ ഏറ്റവും താഴെ അറ്റം മുതൽ ഏറ്റവും മുകളറ്റം വരെ ശ്രദ്ധിക്കാം. ഇനി നട്ടെല്ലിന്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ഇതാണ് മൂലാധാര ചക്ര. മൂലാധാര ചക്ര നമ്മളുടെ ശരീരത്തിലെ ഭൂമി തത്വമായിട്ടാണ് ബന്ധം. എന്ന് വെച്ചാൽ നമ്മളുടെ മജ്ജ, എല്ല്, മാംസം ഇതൊക്കെയാണ് ഭൂമി തത്വം. അപ്പോൾ മൂലാധാര ചക്രയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നത്. പൂർണ്ണ ശ്രദ്ധ നട്ടെല്ലിന്റെ ഏറ്റവും താഴെ ഭാഗമായ മൂലാധാര ചക്രയിലേക്ക് കൊണ്ടുവരൂ. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. നമുക്ക് 7 തവണ ഇൻഹലേഷൻ, എക്സലേഷൻ ചെയ്യാം. കംപ്ലീറ്റ് അവെയർനെസ് മൂലാധാര ചക്രയിലായിരിക്കണം. Inhale deeply, exhale completely. Inhale deeply, exhale completely. വീണ്ടും inhale deeply, exhale completely. Inhale deeply, exhale completely. Inhale deeply, exhale completely. വീണ്ടും inhale deeply, exhale completely. ഒരിക്കൽ കൂടി inhale deeply, exhale completely and relax. കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്തിരിക്കാം. റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ എപ്പോഴൊക്കെയാണോ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് നമ്മൾ പൂർണ്ണമായും പ്രസന്റ് മൊമെന്റിലായിരിക്കും. ഇപ്പോൾ എൻ്റെ ശരീരം, ശ്വാസം, ചിന്തകൾ എല്ലാം കാം ആൻഡ് റിലാക്സ്ഡ് ആണ്. ഇനി ശ്രദ്ധ നേവൽ റീജിയനിലേക്ക് കൊണ്ടുവരൂ.
ഇവിടെയാണ് സ്വാധിഷ്ഠാന ചക്ര. സ്വാധിഷ്ഠാന ചക്ര നമ്മുടെ ശരീരത്തിലെ ജലതത്വമായിട്ടാണ് ബന്ധം. ഇപ്പോൾ നമുക്ക് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ അഥവാ സ്കിൻ ഡിസീസസ്, പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ അതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വാധിഷ്ഠാന ചക്രയിൽ ബ്ലോക്ക് ഉണ്ടാവുമ്പോഴായിരിക്കും. ഇപ്പൊ നമുക്ക് 7 തവണ ഇൻഹലേഷൻ എക്സലേഷൻ ചെയ്യാം. കംപ്ലീറ്റ് അവെയർനെസ് നേവൽ റീജിയനിലായിരിക്കട്ടെ. ഇൻഹേൽ ഡീപ്ലി, exhale completely. Inhale deeply, exhale completely. വീണ്ടും inhale deeply, exhale completely. Inhale deeply, exhale completely. വീണ്ടും inhale deeply, exhale completely. Inhale deeply, exhale completely. ഒരിക്കൽ കൂടി inhale deeply, exhale completely and relax. ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് റിലാക്സ് ചെയ്തിരിക്കാം. ഇപ്പോൾ എൻ്റെ ശരീരം, ചിന്തകൾ, ശ്വാസം എല്ലാം റിലാക്സ്ഡ് ആൻഡ് കാം ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഇനി ശ്രദ്ധ വയറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരൂ. അപ്പർ ബെല്ലി റീജിയനിലേക്ക് കൊണ്ടുവരൂ. വയറും നെഞ്ചും കൂടി കൂട്ടിമുട്ടുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരൂ. ഇതാണ് മണിപ്പൂര ചക്ര. മണിപ്പൂര ചക്ര നമ്മുടെ ശരീരത്തിലെ അഗ്നി തത്വമായിട്ടാണ് ബന്ധം. എന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മണിപ്പൂര ചക്ര ബ്ലോക്ക് ആവുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. കംപ്ലീറ്റ് അവെയർനെസ് മണിപ്പൂര ചക്രയിലേക്ക് കൊണ്ടുവരൂ. ഇൻഹേൽ ഡീപ്ലി, exhale completely. Inhale deeply, exhale completely. Inhale deeply, exhale completely. Inhale deeply, exhale completely. വീണ്ടും inhale deeply, exhale completely. Inhale deeply, exhale completely. ഒരിക്കൽ കൂടി inhale deeply, exhale completely and relax. റിലാക്സ് ചെയ്തിരിക്കാം. ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ എൻ്റെ ശരീരം വിശ്രമത്തിലാണ്, എൻ്റെ ശ്വാസം താളത്തിലാണ്, ചിന്തകൾ റിലാക്സ്ഡ് ആൻഡ് കാം ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഇനി ശ്രദ്ധ നെഞ്ചിൻ്റെ ഒത്ത നടുക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരൂ. ഇതാണ് അനാഹത ചക്ര അഥവാ ഹാർട്ട് ചക്ര. ഹാർട്ട് ചക്ര നമ്മുടെ ശരീരത്തിലെ വായു തത്വമായിട്ടാണ് ബന്ധം. നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിട്ടായിരിക്കും. കംപ്ലീറ്റ് അവെയർനെസ് ഹാർട്ട് ചക്ര അഥവാ അനാഹത ചക്രയിലേക്ക് കൊണ്ടുവരൂ. ഇൻഹേൽ ഡീപ്ലി, exhale completely. Inhale deeply, exhale completely. Inhale deeply, exhale completely. Inhale deeply, exhale completely. Inhale deeply,
ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. ഒരിക്കൽ കൂടി ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി ആൻഡ് റിലാക്സ്. റിലാക്സ് ചെയ്തിരിക്കാം. ഇപ്പോൾ എൻ്റെ ശരീരം, ശ്വാസം, ചിന്തകൾ എല്ലാം റിലാക്സ്ഡ് ആൻഡ് കാം ആയിട്ടുള്ള അവസ്ഥയിലാണ്. കംപ്ലീറ്റ് റിലാക്സേഷൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ശ്രദ്ധ തൊണ്ടയുടെ കുഴി ഭാഗത്തേക്ക് കൊണ്ടുവരൂ. ഇതാണ് വിശുദ്ധി ചക്ര. വിശുദ്ധി ചക്ര ആകാശ തത്വമായിട്ടാണ് ബന്ധം നമ്മളുടെ ശരീരത്തിൽ. ഇപ്പോൾ വിശുദ്ധി ചക്രയില് അവയർനെസ് കൊണ്ടുവന്ന് നമുക്ക് ഡീപ്പ് ഇൻഹലേഷൻ, എക്സലേഷൻ ചെയ്യാം. കംപ്ലീറ്റ് അവയർനെസ് വിശുദ്ധി ചക്രയിലായിരിക്കട്ടെ. ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. വീണ്ടും ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. വീണ്ടും ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. ഒരിക്കൽ കൂടി ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി ആൻഡ് റിലാക്സ്. റിലാക്സ് ചെയ്തിരിക്കാം. ഇപ്പോൾ എൻ്റെ ശരീരം, ചിന്തകൾ, ശ്വാസം എല്ലാം കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ശരിക്കും ആ റിലാക്സേഷൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ശ്രദ്ധ രണ്ട് പുരികത്തിനും മധ്യഭാഗത്തേക്ക് കൊണ്ടുവരൂ. ഇതാണ് ആജ്ഞാചക്ര. കംപ്ലീറ്റ് അവയർനെസ് രണ്ട് പുരികത്തിനും മധ്യഭാഗത്തേക്ക് കൊണ്ടുവരൂ. ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. വീണ്ടും ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. വീണ്ടും ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. ഒരിക്കൽ കൂടി ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി ആൻഡ് റിലാക്സ്. റിലാക്സ് ചെയ്തിരിക്കാം. ശ്രദ്ധ ശ്വാസത്തിലായിരിക്കട്ടെ. ഇപ്പോൾ എൻ്റെ ശരീരം വിശ്രമത്തിലാണ്, ശ്വാസം താളത്തിലാണ്, ചിന്തകൾ കാം ആൻഡ് റിലാക്സ്ഡ് ആണ്. ശരിക്കും ആ കംപ്ലീറ്റ് റിലാക്സേഷൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ശ്രദ്ധ തലയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരും. ഇതാണ് സഹസ്രാര ചക്ര. കംപ്ലീറ്റ് അവയർനെസ് ടോപ്പ് ഓഫ് ദി ഹെഡിലേക്ക് കൊണ്ടുവരൂ. ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. വീണ്ടും ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹേൽ കംപ്ലീറ്റ്ലി. വീണ്ടും
Inhale deeply. Exhale completely. വീണ്ടും ഇൻഹെയിൽ ഡീപ്ലി. എക്സ്ഹെയിൽ കംപ്ലീറ്റ്ലി. ഒരിക്കൽ കൂടി ഇൻഹെയിൽ ഡീപ്ലി. എക്സ്ഹെയിൽ കംപ്ലീറ്റ്ലി ആൻഡ് റിലാക്സ്. റിലാക്സ് ചെയ്തിരിക്കാം. ഇപ്പോൾ എൻ്റെ ശരീരം വിശ്രമത്തിലാണ്, ശ്വാസം താളത്തിലാണ്, ചിന്തകൾ കാം ആൻഡ് റിലാക്സ്ഡ് ആണ്. സ്വയം ആ റിലാക്സേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കാം. സ്വന്തം ശരീരത്തെയും ചുറ്റുപാടിനെ കുറിച്ചും അവെയർ ആകൂ. വളരെ സാവകാശം ചിമ്മി ചിമ്മി കണ്ണുകൾ തുറക്കാവുന്നതാണ്. ചക്ര ഹീലിംഗ് തെറാപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയല്ലോ. ഇപ്പോൾ ചക്ര ഹീലിംഗ് തെറാപ്പി ചെയ്യാൻ പ്രത്യേക സമയം അങ്ങനെയില്ല. പക്ഷെ ഏറ്റവും നല്ലത് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ ഒരു ദിവസം മൊത്തം ഫുൾ ഡേ നമുക്ക് ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്തിരിക്കാൻ പറ്റും രാവിലത്തെ സമയമാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ചക്ര ഹീലിംഗ് തെറാപ്പി ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടോളൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തയാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അതിനടുത്തായി കാണുന്ന ബെൽ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. യുവർ ഓൺ മെന്ററിന്റെ പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.